നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയെയും നമ്മുടെ സംസ്ഥാനത്തെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിൻ്റെ വിയോഗം. അദ്ദേഹം മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം, നിതിൻ രാജിൻ്റെ മരണം ആ കുടുംബത്തെ അനാഥമാക്കി. ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ CPIM എന്ന നിലയിലും അവിടുത്തെ MLA എന്നുള്ള നിലയിലും അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഞങ്ങളാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ആ കുടുംബത്തിന് പാർട്ടി കൊടുത്ത വാക്കാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ DGPയെ MLAയുടെ നേതൃത്വത്തിൽ കണ്ടിരുന്നു. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിലെ മന്ത്രിയും പാർട്ടിയുടെ സമന്വിത നേതാവുമായ സഖാവ് V. ശിവൻകുട്ടി ആ വീട് സന്ദർശിച്ചതേ ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചനയുടെ ഫലമായി ആ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നല്ലോ നിതിൻ. ഇതിൻ്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വീട് നിർമ്മിക്കുന്നത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് 14-ആണ് തീയതി. 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിടും. ഇന്നിപ്പോൾ ഇവരെല്ലാവരും സഖാവ് V. ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ യോഗം ചേർന്ന് ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ചുമതലകൾ ഓരോരുത്തരെയായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തറക്കല്ലിടുന്നതിൻ്റെ പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ഞങ്ങൾ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. ആ കുടുംബത്തിന് കൈമാറും. ആ കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലത്തായിരിക്കും ഞങ്ങൾ വീട് വെച്ച് നൽകുക. ഇത്രയും കാര്യമാണ് നിങ്ങളോട് CPIMൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി അറിയിക്കാനുള്ളത്. അതിലിപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രഖ്യാപിച്ചതിൻ്റെ പല ദുരനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തോട് ഞങ്ങളുടെ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ആലോചിച്ചപ്പോൾ തന്നെ ആ കുടുംബത്തോട് ഈ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തെ കുടുംബം കൂടിയാലോചനകൾക്ക് ശേഷം തിരിച്ച് വിളിച്ച് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ 2 സ്ഥലങ്ങളിൽ കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലം, അതാണ് പറഞ്ഞത്, കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലം. ഇപ്പം ഞങ്ങളോട് അവരിപ്പോൾ കൂടിയാലോചിച്ചിട്ടൊരു സ്ഥലം ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കുണ്ടിയെ അടക്കിയ സ്ഥലത്ത് തന്നെ വേണമെന്നുള്ള വൈകാരികമായൊരു ആവശ്യം ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയാലോചിച്ചിട്ട് ഞങ്ങളോടിപ്പോൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വെച്ച് നൽകാം എന്നാണ്. ഈ കുട്ടിയെ നിതിൻ രാജിനെ അടക്കം ചെയ്ത സ്ഥലത്ത് അവിടെ തന്നെ വെച്ച് നൽകണമെന്നാണ് അവരുടെ ആവശ്യം. അവർ കൂടിയാലോചിച്ചു. ഞങ്ങളത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു പ്രാഥമിക കൂടിയാലോചന നടത്തി കുടുംബാംഗങ്ങൾ തിരിച്ചറിയിച്ചത് അവിടെ വെച്ച് നൽകണമെന്നാണ്. അപ്പോൾ നിതിൻ രാജിനെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ CPIMൻ്റെ വീട് ഉയരും. നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷിതമായി അവിടെ താമസിക്കാൻ കഴിയും. അതെ, സസ്പെൻഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഞങ്ങൾ എല്ലാ നടപടികളും ആവശ്യപ്പെടുകയാണ്. അവിടെ കണ്ണൂർ ജില്ലാ പാർട്ടിയും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ ആ അഭിപ്രായം പങ്കുവച്ചിരുന്നു. തന്നെയുമല്ല, നിർഭയമായ അഭിപ്രായം പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിലുള്ള കുട്ടികളുമുണ്ട്, അല്ലാതെയുള്ള കുട്ടികളൊക്കെയുണ്ട്. അവർക്ക് അവരുടെ അക്കാഡമിക് ജീവിതത്തിലോ അല്ലാതെയോ ഒരു തരത്തിലുള്ള ഭീഷണിയും അനുവദിക്കാൻ കഴിയില്ല. അക്കാര്യത്തിലും പാർട്ടി അവരുടെ എല്ലാം സംരക്ഷകരായി ഉണ്ടാകും. ആ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ചില ആശങ്കകളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ മാധ്യമങ്ങൾ, നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിർഭയം പ്രതികരിച്ച കുട്ടികൾ, അവർക്ക് ചില ആശങ്കകൾ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആശങ്കകളുടെയും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ്. ഈ നിർഭയമായി നിതിൻ രാജിന് വേണ്ടി അവിടെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ എല്ലാവർക്കുമുള്ള പ്രൊട്ടക്ഷൻ, അതിൻ്റെ കാര്യത്തിലും പാർട്ടി CPIM കൂടെ ഉണ്ടാകും. പിന്നെ നടപടി ശക്തമായി വന്നിട്ടുണ്ട്. നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബാംഗങ്ങൾ DGPയുമായി തന്നെ കൂടിയാലോചന കണ്ട് അവരുടെ ഗ്രീവിയൻസ് എല്ലാം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്.